ഈ പട്ടണത്തിലെ പ്രധാന ആകർഷണം ഇവിടുത്തെ റോഡുകൾ തന്നെയാണ്. ഇത് പ്രൂവൺ ടെക്നോളജിയാണ്. കേരളം എന്തൊരു മാറ്റാണ് മാറിയിട്ടുള്ളത്. ന്യൂയോർക്കിനേക്കാളും നല്ല റോഡാണല്ലോ ഇവിടെ കിടക്കുന്നത്. ഗുണനിലവാരത്തിന്റെ കാര്യത്തിൽ ഇവിടുത്തെ റോഡുകളിൽ ചോറ് വിളമ്പി കഴിക്കാമെന്നാണ് അധികാരികൾ അവകാശപ്പെടുന്നത്. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും? എന്റെ കർത്താവേ, ഇഷ്ടം പോലെ ഉണ്ട് എന്നുള്ളതാണ്. ടെസ്റ്റിന് 8ന്റെ ആകൃതി എന്തിനായിരുന്നു എന്ന് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കി വരുന്നുണ്ട്. ഒരു ഓഫ് റോഡ് ഡ്രൈവിംഗ് അനുഭൂതിയാണ്. തൃശ്ശൂർ ജില്ലയിലെ ഒരു സംസ്ഥാന പാതയുടെ കോലമാണ് കാണുന്നത്. യാത്രക്കാർക്ക് യാത്ര ചെയ്യാൻ സഞ്ചാരയോഗ്യമല്ലാത്ത ഒരു റോഡ്. തൃശ്ശൂർ കുന്നംകുളം സംസ്ഥാന പാത മാസങ്ങളേറെയായി റോഡ് റീടാർ ചെയ്യാതെ പൊട്ടിപ്പൊളഞ്ഞു കിടക്കുന്നു. മഴ പെയ്തിട്ട് അതിലും ദുരിതത്തിലായിരുന്നു. വെള്ളം കയറിയിട്ട് അതിലപ്പുറവും. നിരന്തരം അധികാരികൾക്ക് പൊതുപ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരും പരാതി നൽകിയിട്ടും യാതൊരു പരിഹാരവും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇന്ന് ആ പൊട്ടിപ്പൊളിഞ്ഞ കുഴിയിലെല്ലാം മണ്ണും കട്ടയും കൊടുന്ന് നിറച്ച് വീണ്ടും ജനങ്ങൾക്ക് ഉപദ്രവമാണ് ഉണ്ടായിട്ടുള്ളത്. അത് വെയിൽ കൊണ്ട് ചൂടായി ആകെ റോട്ടിൽ പൊടിപടലങ്ങളാണ്. അതിന് പോലും പരിഹാരം കാണാൻ അധികാരികൾക്ക് സാധിച്ചിട്ടില്ല. 11 ദിവസത്തെ മരണം വരെയുള്ള നിരാഹാരത്തിലാണ് മണലൂർ മണ്ഡലത്തിലെ ഒരു പൊതുപ്രവർത്തകൻ ദിലീപ് അബ്ദുൽ ഖാദർ. അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില മോശമായതുകൊണ്ട് പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് കുന്നംകുളം താലൂക്ക് ഹോസ്പിറ്റലിൽ ഇപ്പോഴും അദ്ദേഹം നിരാഹാര സമരം തുടരുകയാണ്. പക്ഷേ വാർത്തകളൊന്നും കൃത്യമായി ഇത് റിപ്പോർട്ട് ചെയ്യാൻ തയ്യാറാവുന്നില്ല. കാരണം അദ്ദേഹം ഒരു SDPI നേതാവായതുകൊണ്ട് മാത്രമാണ്. പക്ഷേ അദ്ദേഹം നിരാഹാരം കിടക്കുന്നത് ഈ റോഡിലൂടെയുള്ള സഞ്ചാരയോഗ്യമാക്കുന്ന ജനങ്ങൾക്ക് വേണ്ടിയാണ്, നാട്ടുകാർക്ക് വേണ്ടിയാണ്. പക്ഷേ ആരും തിരിഞ്ഞു നോക്കാനാവാത്ത രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ സമരമാർഗം കൂടി മുന്നോട്ട് പോകുന്നത്. പ്രതിഷേധിക്കേണ്ടതുണ്ട്.